ഡിസ്കസ് ചെയ്യുന്നത് +1 ഒന്നാമത്തെ ചാപ്റ്ററായ സെറ്റ്സ്. സെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സെറ്റുകളെ കുറിച്ച് പറയുന്നത് സെറ്റ് ഓഫ് ബോയ്സ്, സെറ്റ് ഓഫ് ഗേൾസ്, സെറ്റ് ഓഫ് നോവൽസ്, സെറ്റ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് എന്ന് പറയും അല്ലേ. സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മാത്സിലെ സെറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ പറയണ പോലെ സെറ്റ് ഓഫ് ഗുഡ് സിംഗേഴ്സ് അങ്ങനെയൊന്നും മാത്സിൽ പറഞ്ഞുകൂടാ. മാത്സിൽ പറയുമ്പോൾ പറയണ കാര്യം വളരെ വ്യക്തമായിരിക്കണം. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിൽ നോക്കൂ, അപ്പൊ എന്തായിരിക്കണം? ആ പറയണത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. സെറ്റിൽ വരണ ഓരോ എലമെന്റും വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അങ്ങനെ വെൽ ഡിഫൈൻഡ് ആയിട്ട് വരുന്ന ഒബ്ജക്ട്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പലതരം നമ്പേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 1, 2, 3 എക്സെട്ര. ഇതാണ് നമ്മൾ 1ാം ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിച്ചത് അല്ലേ. കൗണ്ടിങ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ അതിന്റെ സെറ്റിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് n അല്ലെ. അതൊരു സെറ്റാണെന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. ഇപ്പൊ 5 belongs to the set of natural numbers. -2 is not an element of n എന്ന് പറയാം. നെഗറ്റീവ് നമ്പർ നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ വരില്ല. കൃത്യമായിട്ട് പറയാം ഏത് വരും ഏത് വരില്ല. 3 ഉണ്ട്, 3 belongs to n. -5 does not belong to n. ഇപ്പൊ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് n is a set. Z എന്ന് പറഞ്ഞാലോ the set of integers. Integers എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഇൻറ്റീജേഴ്സിന്റെ പൂർണ്ണസംഖ്യ. -5, -4, -3, -2, -1, 0, 1, 2, 3 എക്സെട്ര. അങ്ങനെയുള്ള സെറ്റ്. ആ സെറ്റിനെ നമ്മൾ എന്താണ്? സെഡ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുക. സാധാരണ നമ്മൾ സെറ്റുകളുടെ പേരുകള് ഇംഗ്ലീഷ് ആൽഫബറ്റ്